ഗുഡ് മോർണിംഗ്. രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴത്തേനും അതുകൂട്ടൻ ഉണർന്നിട്ടുണ്ടേ. രാവിലെ ഉറക്കം എഴുന്നേറ്റ് പിന്നെ കുറച്ച് നേരം കട്ടിലെല്ലാം കിടക്കും, പിന്നെ എഴുന്നേൽക്കുകയില്ല. അപ്പോഴത്തേനും ഞാൻ ജനലെല്ലാം തുറന്നിട്ട് അപ്പോഴത്തേനും വെട്ടമൊക്കെ ആയി നല്ലതായിട്ട്. എന്ത് ചെയ്താൽ വിളിച്ചാൽ എഴുന്നേൽക്കത്തില്ല. പിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ച് എൻ്റെ അടുത്ത് കയറി. പിന്നെ ഞാൻ താഴെ അങ്ങ് ഇറങ്ങി പെട്ടെന്ന്. പിന്നെ ഞാൻ എല്ലാം മടക്കാനുണ്ടായിരുന്നു, എല്ലാം മടക്കിയിട്ടു. അവനോട് പറഞ്ഞു. അപ്പം അവൻ പുതപ്പെടുത്തിട്ട് വാ, മടക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേനും എനിക്ക് പുതപ്പെല്ലാം എടുത്തുകൊണ്ട് തന്നത് ഞാനെല്ലാം മടക്കിയെല്ലാം വെച്ച് കൊടുത്തു. പിന്നെ എന്നെ വിളിച്ചുകൊണ്ട് അടുക്കളയിൽ പോയി. അപ്പോഴത്തേനും ഞാനത് പല്ല് തേപ്പിക്കാൻ വേണ്ടി മുറ്റത്ത് കൊണ്ടുപോയി. എന്നും രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ പല്ലങ്ങ് എന്നും ശീലമാണ് അത് പല്ല് തേപ്പിക്കുന്നത്. അപ്പം രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പല്ലങ്ങ് തേപ്പിക്കും. ഇന്ന് മുറ്റത്ത് കൊണ്ടുവന്നാണ് തേപ്പിച്ചത് പല്ല്. അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ അവിടെ ഇരുത്തിയ പല്ല് തേപ്പിക്കുന്നതെന്നും. കുട്ടൻ മുറ്റത്തൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെരുപ്പ് വേണം, ചെരുപ്പില്ലേ ബുദ്ധിമുട്ടാണ് ആൾക്ക്. അപ്പോൾ ചെരുപ്പെല്ലാം ഇടിപ്പിച്ചെല്ലാം പല്ലെല്ലാം തേപ്പിച്ചു. പിന്നെ രാവിലെ ഇവിടെ ഇന്ന് റവപ്പുട്ടായിരുന്നു. അപ്പം അവന് പഞ്ചസാരയൊക്കെ ഇട്ടങ്ങ് കൊടുത്തപ്പം കഴിച്ചു. പിന്നെ ഞാൻ ഇച്ചിരി പാൽ കാപ്പിയും കൂടെ ഒഴിച്ചാണ് കൊടുത്തത്. അപ്പം അത് ഒഴിച്ചപ്പോഴത്തേന് ഇഷ്ടമായി. പിന്നെ അതെല്ലാം മൊത്തം കഴിച്ചിന്ന്. പിന്നെ കഴിപ്പെല്ലാം കഴിഞ്ഞാൽ പിന്നെ അതുകൂട്ടം പിന്നെ വണ്ടിയുടെ പുറകെ അവൻ്റെ കളിപ്പാട്ടമെല്ലാം വെച്ച് കളിക്കും. അങ്ങനെ ടി വി ഒന്നും വെച്ച് അധികം കൊടുത്തില്ല, നല്ല കാർട്ടൂൺ കാണും കുറച്ചൊക്കെ. പിന്നെ വണ്ടി ഓടിയിലൊക്കെയാണ് പിന്നെ മുറ്റത്തെല്ലാം ഇറങ്ങി അതുകൂട്ടിനെ കൊണ്ട് പേരയ്ക്ക ഉണ്ടെന്ന് അവൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതിൽ പേരയ്ക്ക ഒന്നുമില്ല, എല്ലാം തീർന്നു. പിന്നെ ശംഖുപുഷ്പമൊക്കെ നല്ല പൂവായിട്ടുണ്ട്, ഒത്തിരി പൂവുണ്ട്. ഇന്ന് നല്ല പൂവുണ്ട്. ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ശംഖുപുഷ്പമാണ്. ആ വെള്ള ശംഖുപുഷ്പമാണ്. നല്ല ഒത്തിരി പൂവുണ്ട്. ഇപ്പം മഴയായിട്ടായിരിക്കും. പിന്നെ ഇന്ന് നല്ല മഴക്കോളുണ്ട്, പെയ്തില്ല. ഇതിലെല്ലാം പൂവായിട്ടുണ്ട്. പിന്നെ മുറ്റത്തൂടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടും. എപ്പോഴും അറ്റത്ത് പോകാതെ ഞാൻ എപ്പോഴും നോക്കും മുറ്റത്തിറക്കുമ്പം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമൊക്കെ. അപ്പം മേളിൽ അമ്മ പോയിട്ടുണ്ടായിരുന്നു, മേളിൽ പറമ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ വരുന്നത് അവൻ കണ്ടു. അപ്പം അമ്മൂമ്മയെന്നാണ് വിളിക്കുന്നത്. അപ്പം അമ്മൂമ്മയെന്ന് വിളിക്കുക. അങ്ങോട്ട് ചെല ഓടിച്ചെല്. ഇവനെ പിന്നെ തന്നെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഓട്ടവാ, അത് ശ്രദ്ധിക്കണമല്ലേ. ഭയങ്കര പേടിയാണ് എനിക്ക്. മുറ്റത്തിറക്കുമ്പോഴേ പേടിയാണ്. എപ്പോഴും അവൻ്റെ മേത്ത് കണ്ണ് വേണം, അല്ലെങ്കിൽ നാശമെല്ലാം കാണിക്കും. സമയത്ത് പാത്രം എടുത്തുണ്ടോ? പാത്രം അമ്മ ഇവിടെ അവിയലിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ തേങ്ങയെല്ലാം തിരുമ്മി കൊടുത്തപ്പോൾ അവിയലെല്ലാം റെഡിയാക്കുമായിരുന്നു. അപ്പോഴത്തേനും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്തപ്പോഴത്തേനും ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ അതുകൂട്ടി ചോറെല്ലാം കൊടുത്തു. ചോറ് കൊണ്ട് കഴിഞ്ഞ് പിന്നെ നേരെ കുളിപ്പിക്കാൻ കയറ്റും. അപ്പം മേലെല്ലാം കഴുകിച്ചു. ഇന്ന് തല നനച്ചില്ല, കഴിഞ്ഞ ദിവസം ചെറിയ ചൂടുണ്ടായിരുന്നു. അപ്പം ഞാൻ തല നനച്ചില്ല, മേല് മാത്രം കഴുകി. അവനോട് യുദ്ധമാണ് മേല് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഉടുപ്പിടിപ്പിക്കാൻ. പിന്നെ ദേഹമെല്ലാം നല്ല തുടച്ച് ഉടുപ്പെല്ലാം ഇടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല തലയെല്ലാം തോർത്തി പിന്നെ തലമുടി ചീവി കൊടുക്കും. എപ്പോഴും നല്ല കുളി കഴിഞ്ഞ് എപ്പോഴും തലമുടി ചീവിയെല്ലാം കൊടുത്ത് അതുവരെ യുദ്ധം അടങ്ങിയിരിക്കത്തില്ല. പിന്നെ ഒരു വിധത്തിൽ കിടത്തി ഉറക്കും. പിന്നെ ഒരുവിധം പെതുക്കെ കിടത്തി ഉറക്കി. അതും പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ ഒരു മണിക്കൂറത്തെ ഉറക്കം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ എഴുന്നേറ്റ് വരുമ്പോഴേ ആൾക്ക് ഭയങ്കര വിശപ്പാണ്. പിന്നെ ഞാൻ കപ്പലണ്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ അത് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അതും കഴിച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ വഴകിക്കൊണ്ടിരിക്കും. പിന്നെ സന്ധ്യ ആകുമ്പോഴത്തേനും അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട്. എന്തോ പറ്റി അനങ്ങാതിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ചോറെല്ലാം കൊടുത്തു. പിന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ എന്തായാലും മേലെല്ലാം കഴിക്കും. അത് തല നനയ്ക്കത്തില്ല, മേല് മാത്രമേ കഴിക്കത്തുള്ളൂ. അതും ഉച്ചക്കത്തെ പോലെ വഴക്കാം. അതും പല്ലെല്ലാം തേപ്പിച്ച് മേല് കഴിയിപ്പിക്കും. പിന്നെ ഉടുപ്പെല്ലാം ഇടിപ്പിച്ച് അതുകൂട്ടനെ ഒരു വിധത്തിലാണ് പിടിച്ച് കിടത്തി ഉറക്കുന്നത്. അപ്പോൾ അതുകൂട്ടനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും